നമുക്കിന്ന് വലിയ നാരങ്ങ വെച്ചിട്ടൊരു അച്ചാറിടാം കേട്ടോ. വടുകപ്പുളി നാരങ്ങ എന്നൊക്കെയാണ് പറയണേന്ന് തോന്നുന്നുണ്ട്, കറി നാരങ്ങ എന്നൊക്കെ പറയും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു അച്ചാറങ്ങിടാം. സദ്യയിലൊക്കെ പ്രധാനമായിട്ട് ഇടുന്ന ഒരു അച്ചാറാണ് കേട്ടോ ഇത്. നമുക്ക് പക്ഷേ ഇതിൽ അച്ചാർ പൊടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. നമ്മളൊക്കെ അച്ചാറിട്ട് കഴിക്കുമ്പോൾ അച്ചാറിൽ വലിയ കെമിക്കലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഒരുപാട് കഴിക്കാനും പറ്റും. നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ആ രീതിയിൽ അങ്ങ് ചെയ്യാം കേട്ടോ. അതുപോലെ ചെറുതായി ചെറുതായി വെട്ടിയെടുക്കാം. കുരു അങ്ങ് നീക്കി കളഞ്ഞേക്കട്ടാ. അച്ചാറിടാൻ വേണ്ടി നമ്മൾ ചട്ടിയോ ഉരുളിയോ എന്തെങ്കിലും വെക്കുക. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. 2 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 7 പച്ചമുളക്, അതൊക്കെ എരിവനുസരിച്ചിട്ടാണ് എടുക്കണേ. 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഞാനിവിടെ. അപ്പോൾ അത് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു കിലോ നാരങ്ങ അച്ചാറിടുന്ന അളവാണ് ഞാനിതെല്ലാം കാണിക്കണേ. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇടാം. പക്ഷെ ഞാൻ ഇത്ര ഇടണുള്ളൂ കേട്ടോ. അപ്പം നാരങ്ങയുടെ രുചി നമുക്ക് അധികം കിട്ടില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയായിട്ട് അതൊരുപാട് മുകളിലേക്ക് കുത്തുവരും. ഇനി വെളുത്തുള്ളി ഇടാം. പച്ചമുളക്, വേപ്പില, മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇത് ആദ്യം മഞ്ഞൾപ്പൊടി നമ്മൾ ഇടണം. മഞ്ഞൾപ്പൊടിയുടെ കുത്തൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുളക് പൊടിയോട് ഇടാത്തത്. ഇനി 4 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് 1/2 കപ്പ് വെള്ളവും 1/4 കപ്പ് വിനാഗിരിയും കൂടി ചേർത്ത് നമ്മൾ ഒഴിക്കുകയാണ് കേട്ടോ. ഇനി ചാറിന് വേണ്ടി നമുക്ക് വീണ്ടും ആ വെള്ളം തന്നെ ബാക്കി ഒഴിച്ചു കൊടുക്കാം. ഇടും. കുറച്ച് കായപ്പൊടി ചേർക്കാം. ഒരു അര ടീസ്പൂണോളമൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ എൻ്റെ കൈയളവാണ്. ഇനി നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങയുടെ വെള്ളം ഇതിലേക്ക് തന്നെ ബാക്കി ഒഴിച്ചേക്കാം. ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ചത് നമുക്കിനി ചേർത്ത് കൊടുക്കാം. പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ നാടൻ രീതിയിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു അച്ചാറാണ് കേട്ടോ. ഇത് കുറേ നാളിരിക്കും കേട്ടോ. നമ്മളൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്നുള്ളൂ. 2-3 ദിവസം വരെയൊക്കെ നമുക്കിത് പുറത്ത് വെക്കാം. അത് കഴിയുമ്പോൾ നിങ്ങളെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ.
അപ്പോൾ നമുക്കിനി കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മുടെ തനി നാടൻ രീതിയിലുള്ള അച്ചാറുടെ റെഡി ആയിട്ടാ. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലെണ്ണം ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. കാണുമ്പോൾ നിങ്ങൾ ഫുള്ളായി കണ്ടു തീർക്കാം. നമ്മുടെ അച്ചാറോട് റെഡി.